ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കാര്യം പറയുന്നുണ്ട്. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ പുതിയതായിട്ട് ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ ജീവിതത്തിൽ പരാജയപ്പെട്ടിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പുതിയതായിട്ടൊന്നും ചെയ്തിട്ടില്ല എന്ന് ആൽബർട്ട് ഐൻസ്റ്റീൻ ഒരു കാര്യം പറഞ്ഞു. എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത്? കാരണം ജീവിതത്തിൽ എന്തെങ്കിലും ചെയ്യുന്നവർ പരാജയപ്പെടും. പരാജയപ്പെടുന്നവർക്ക് പറഞ്ഞതാണ് വിജയം. അതിന് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് എന്താണ്? കോൺഫിഡൻസ്. കോൺഫിഡൻസ് ഇല്ലെങ്കിൽ ജീവിതത്തിൽ എന്തൊക്കെ കഴിവ് നേടിയാലും അവനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എങ്ങനെയാണ് നമ്മൾ കോൺഫിഡൻസ് പ്രാക്ടീസ് ചെയ്യേണ്ടത്? എങ്ങനെയൊക്കെ കോൺഫിഡൻസ് ഉണ്ടാക്കാം? ചില ചെറിയ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമ്പോൾ തന്നെ നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാകും. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മളൊരു വെൽ ഡ്രസ്ഡ് ആണെങ്കിൽ നമുക്ക് വേറെ തന്നെ ഒരു ലെവൽ കോൺഫിഡൻസ് ആയിരിക്കും. ചിലർക്ക് വാച്ച് കെട്ടിയാൽ കോൺഫിഡൻസ് ഉള്ളവരായിരിക്കും. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ അവന്റെ ലൈഫിൽ കോൺഫിഡൻസ് ഉണ്ടാകും. അപ്പോൾ നമുക്ക് എങ്ങനെ നമ്മളിലുള്ള കോൺഫിഡൻസ് അധികരിപ്പിക്കാം? അതിനുള്ള ചെറിയ 1-2 കാര്യങ്ങൾ മാത്രമാണ് ഇന്ന് ഈ വീഡിയോയിൽ സംസാരിക്കുന്നത്. അതിൽ നമ്മൾ ആദ്യം അറിയേണ്ടത്, ഈ ലോകത്ത് ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ എന്താണ്? ഒരു മനുഷ്യൻ നേരിടുന്നതിൽ ഏറ്റവും വലിയ ഡേഞ്ചറസ് ആയ സിറ്റുവേഷൻ അവനിൽ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ്. ആത്മവിശ്വാസം നഷ്ടപ്പെടുക. ആത്മവിശ്വാസം നഷ്ടപ്പെട്ടു എന്ന് ഒരു ചെറിയ രീതിയിൽ നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, അതോ നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നാളെ ഒരു ഇന്റർവ്യൂ ഉണ്ട്. ആ ഇന്റർവ്യൂവിന് പോകാൻ നിൽക്കുന്ന എൻ്റെ മനസ്സിൽ തോന്നുന്നത്, എനിക്ക് കഴിയോ, ഞാൻ ഇതിൽ പരാജയപ്പെടുമോ എന്നുള്ള ഒരു ചിന്തയാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ഉറപ്പിച്ചോ, നിങ്ങൾക്ക് കോൺഫിഡൻസ് കുറഞ്ഞിട്ടുണ്ട്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ എന്ത് ഉണ്ടാക്കണം എന്നാണ് നമ്മൾ ആദ്യം അറിയേണ്ടത്. കാരണം ഒരു മനുഷ്യൻ നേരിടുന്ന ഏറ്റവും ഡേഞ്ചർ സിറ്റുവേഷൻ അതാണ്. അവനിക്ക് വിശ്വാസമില്ല. നമുക്ക് ചുറ്റുമുള്ള 1000 പേരും നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നത് വരെ, നിങ്ങളിൽ വിശ്വാസം ഉറപ്പിക്കുന്നത് വരെ ലോകത്താരും നിങ്ങൾ വിശ്വസിച്ചതുകൊണ്ട് കാര്യമില്ല. ആ ഡേഞ്ചറസ് ആയ സിറ്റുവേഷനെ നമുക്ക് എങ്ങനെ മറികടക്കാം, അതെങ്ങനെയാണ് മേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകേണ്ടത് എന്നാണ് നമ്മൾ അറിയേണ്ടത്. ചില മനുഷ്യർ തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട്. അഹങ്കാരമുള്ളവൻ, കോൺഫിഡൻസ് ഉള്ളവൻ അഹങ്കാരി എന്ന് വിളിക്കുന്ന ചില മനുഷ്യരെ ഞാൻ കാണാറുണ്ട്. അല്ലെ? നന്നായിട്ട് ഒരു കാര്യത്തെയും പേടി ഉണ്ടാവില്ല. അവൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്നവനായിരിക്കും, നന്നായിട്ട് ഫോർവേഡ് ചെയ്യുന്ന ആളായിരിക്കും. അവന് നമ്മൾ ചിലപ്പം അഹങ്കാരം എന്നായിരിക്കും വിളിക്കുന്നത്, അഹങ്കാരി എന്നൊക്കെ ആയിരിക്കും വിളിക്കുക. പക്ഷെ അഹങ്കാരമല്ല കോൺഫിഡൻസ്. കോൺഫിഡൻസ്, ഓൻ ഒരു കാര്യത്തിൽ വെൽ കോൺഫിഡൻസ് ആണെങ്കിൽ അവനിക്ക് അതിനെ കുറിച്ചിട്ടുള്ള നല്ല അറിവുണ്ട്, നല്ല നോളജ് ഉണ്ട്, നല്ല പ്രിപ്പറേഷൻ ഉണ്ട് എന്നുള്ളതാണ്. അവനിക്ക് അതുണ്ടെങ്കിൽ അവനിക്ക് കോൺഫിഡൻസ് ഉണ്ടാവും. അപ്പൊ നമുക്ക് അഥവാ ആ മെന്റാലിറ്റിയിൽ ഇല്ലാത്ത മനുഷ്യർക്ക് തോന്നുന്ന ഒന്നാണ്, അവൻ അഹങ്കാരിയാണ്, അവൻ അഹങ്കാരമുണ്ട്, അവൻ എവിടെയും എത്തില്ല എന്നൊക്കെ. അത് നിങ്ങളുടെ മൈൻഡിൽ തോന്നുന്നതാണ്, അല്ലാതെ ആ മനുഷ്യന് അഹങ്കാരമുള്ളതല്ല, അവന് കോൺഫിഡൻസ് ഉള്ളത് കൊണ്ടാണ്. നമുക്ക് നേരത്തെ എക്സാമ്പിൾ തന്നെ എടുക്കാം. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവന് ഒരു പേടിയുമില്ല. അവൻ വളരെ കൂളായിട്ട്, വളരെ സിമ്പിൾ ആയിട്ട് ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോകുന്നുണ്ട്. എന്നിട്ട് ചിലപ്പോൾ നമ്മൾ പേടിയോട് കൂടെ ഇരിക്കുമ്പോൾ അവനെ കാണുമ്പോൾ നമ്മൾ പറയുന്നത്, അവന് വലിയ അഹങ്കാരിയാണ്. ശരിക്കും അവൻ അഹങ്കാരമാണോ? നോ, അവൻ അഹങ്കാരമല്ല, അവൻ വെൽ കോൺഫിഡന്റ് ആണ്. അവർക്ക് നന്നായിട്ട് കോൺഫിഡൻസ് ഉണ്ട്. അവന്റെ സ്കില്ലിലും അവന്റെ നോളജിലും അവന്റെ മറ്റു വിഷയങ്ങളിലും അവൻ കൃത്യമായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് അവൻ വെൽ കോൺഫിഡന്റ് ആണ്. അതുകൊണ്ടാണ് നമുക്ക് അഹങ്കാരമായിട്ട് തോന്നുന്നത്. അതുകൊണ്ട് എല്ലാ അഹങ്കാരവും എല്ലാ കോൺഫിഡന്റും അഹങ്കാരമാണ് എന്ന് വിചാരിക്കരുത്. അതുപോലെ മറ്റൊന്നാണ്, ജീവിതത്തിൽ കോൺഫിഡൻസ് ഉണ്ടാക്കാൻ എപ്പോഴും നമ്മളെ കുറിച്ച് മാത്രം ചിന്തിക്കുക. ലൈഫിൽ നമ്മളെ മാത്രം ചിന്തിച്ചാൽ മതി. എന്തിനാണ് ചുറ്റുഭാഗത്തുള്ളവരെ കുറിച്ച് ചിന്തിക്കുന്നവര്? ഈ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ അഥവാ നമ്മുടെ സൊസൈറ്റിയിൽ 2 ടീമിനെ കുറിച്ച് പറയാറുണ്ട്. അഥവാ എപ്പോഴും ഒരു ആവറേജ് മെന്റാലിറ്റി അഥവാ ലോ മെന്റാലിറ്റി ഉള്ളവർ എപ്പോഴും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും ചിന്തിക്കുന്നത്. നമ്മൾ എപ്പോഴും നോക്കിയാൽ മതി, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മുടെ ചുറ്റുഭാഗത്തുള്ള മനുഷ്യരൊക്കെ എപ്പോഴും അവർ ചിന്തിക്കുന്നതും പറയുന്നതും മറ്റുള്ളവരെ കുറിച്ചായിരിക്കും. അവൻ അങ്ങനെ സംഭവിച്ചു, അവൻ ഇന്ന കാര്യം ചെയ്തു, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ചിന്തിക്കുന്നത്. ഒരു ലോ ക്വാളിറ്റി ഉള്ള ഒരു മനുഷ്യൻ. എന്നാൽ ഒരു ഹൈ ക്വാളിറ്റി ഉള്ള മനുഷ്യൻ
എപ്പോഴും അവന്റെ ഒരു പുതിയൊരു ഐഡിയയെയും അവസരങ്ങളെയും ചിന്തിക്കുന്നത്. ഈ ബിസിനസ്സുകാരെ കണ്ടിട്ടില്ലേ? അവരൊരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാറില്ല, മറ്റുള്ളവരെന്ത് പറയുന്നു എന്ന് നോക്കാറില്ല. അവരെപ്പോഴും ചിന്തിക്കുന്നത് എന്റെ കയ്യിൽ ഇത്ര പൈസ ഉണ്ട്, ഇനി എങ്ങനെ പുതിയൊരു അവസരം കണ്ടെത്താം, എങ്ങനെ ഈ സൊസൈറ്റിയിൽ ഇനിയും പുതിയൊരു പേരെടുക്കാം എന്നുള്ള ഒരുപാട് ചിന്തകളാണ് അവൻ കൊണ്ടുവരുന്നത്. അതുകൊണ്ട് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കരുത്. അവൻ എന്ത് വിചാരിക്കും, ഇവൻ എന്ത് വിചാരിക്കും. ഡോണ്ട് തിങ്ക് അബൌട്ട് യുവർ സൊസൈറ്റി. നിങ്ങൾ അതിനെ കുറിച്ച് ചിന്തിക്കേണ്ട, അതിന്റെ നെഗറ്റീവ് വശങ്ങളെ കുറിച്ച് ചിന്തിക്കേണ്ട. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ സ്കില്ലുകളും നിങ്ങളുടെ നോളജുകളും നിങ്ങളുടെ മുന്നോട്ടുള്ള പ്ലാനുകളെ മാത്രമായിരിക്കണം ചിന്തിക്കേണ്ടത്. പിന്നെ കോൺഫിഡൻസ് നമുക്ക് എങ്ങനെ ഡെവലപ്പ് ചെയ്യാം? കോൺഫിഡൻസ് ഉണ്ടാക്കാനുള്ളത് ഒരു 3 മാറ്റങ്ങൾ ഞാൻ നിങ്ങളോട് പറയാം. അതില് ഒന്നാമതായിട്ട് പറയുന്നത്, നമ്മൾ എപ്പോഴും ലൈഫിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ടുവരിക. കൃത്യമായിട്ട് രാവിലെ എഴുന്നേൽക്കുക, കുറച്ച് വായിക്കുക, കുറച്ച് പഠിക്കുക, ഒരു പേജെങ്കിലും വായിക്കുക, എന്തെങ്കിലും പുതിയതായിട്ടുള്ള ഒരു നല്ല കാര്യം ചെയ്യുക, ഒരു ഹെൽപ്പ് ചെയ്യുക. നിങ്ങൾ ഇന്ന് ചെയ്ത ഒരു ഹെൽപ്പ് നിങ്ങൾ എഴുതി വെക്കുക. അങ്ങനെയുള്ള ചെറിയ ചെറിയ മാറ്റങ്ങൾ എപ്പോഴും കൊണ്ടുവരുമ്പോൾ തന്നെ നമ്മുടെ ലൈഫിൽ കോൺഫിഡൻസ് ഉയരും. കാരണം ഈ സക്സസ് എന്നത് എപ്പോഴും ഒരു കാര്യത്തിൽ ഉണ്ടാവുക എന്നത് കുറേ കാര്യങ്ങളുടെ ആകെത്തുകയാണ് സക്സസ്. അല്ലാതെ ഏതെങ്കിലും ഒരു ചെറിയ കാര്യത്തിന്റെ മേൽ ഉണ്ടാവുന്നതല്ല സക്സസ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ചെറിയ ചെറിയ മാറ്റങ്ങൾ ലൈഫിൽ കൊണ്ടുവരിക. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് കൂടും. നമ്മൾ വണ്ടി ഓടിക്കുന്നത് തന്നെ എങ്ങനെയാ കോൺഫിഡൻസ് ഉണ്ടാക്കിയത്? ആദ്യം ഒരു ഫസ്റ്റ് ഗിയറിൽ നമ്മൾ ഒരുപാട് തവണ റിപ്പീറ്റ് ആയിട്ട് ഓടിച്ചപ്പോഴാണ് രണ്ടാമത്തെ ഗിയറിലേക്ക് ഇടാനുള്ള ഒരു കോൺഫിഡൻസ് കിട്ടിയത്. അങ്ങനെയാണ് ഓരോ സ്റ്റെപ്പും നമ്മൾ വെച്ചത്. അങ്ങനെയാണ് നമ്മുടെ ലൈഫിൽ കോൺഫിഡൻസും സക്സസും ഉണ്ടാവുക. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരുമ്പോഴാണ് നമുക്ക് കോൺഫിഡൻസ് ഉണ്ടാവുക. അങ്ങനെയാണ് സക്സസിലേക്ക് എത്തുക. അതിൽ രണ്ടാമതായിട്ട് മനസ്സിലാക്കേണ്ടത്, നമ്മുടെ വാക്കുകളേക്കാൾ കൂടുതൽ നമ്മൾ ശരിപ്പെടുത്തേണ്ടത് ബോഡി ലാംഗ്വേജ് ആണ്. കാരണം വാക്കുകൾ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ സംസാരിക്കുന്നത് നിങ്ങളുടെ ബോഡിയാണ്, ബോഡി ലാംഗ്വേജ് ആണ്. കാരണം ഒരു മനുഷ്യൻ വലിയ വാക്കുകൾ പറയുന്നു, അവൻ ചടഞ്ഞിരുന്ന് ആരെയോ നോക്കിയിട്ടാണ് സംസാരിക്കുന്നത് എങ്കിൽ നമുക്ക് കേൾക്കാൻ തന്നെ ഒരു ക്വാളിറ്റി ഉണ്ടാവില്ല, കേൾക്കാൻ തന്നെ തോന്നില്ല. അതെന്തുകൊണ്ടാണ്? അവന്റെ ബോഡി ലാംഗ്വേജ് അങ്ങനെ ആയതുകൊണ്ടാണ്. കാരണം എപ്പോഴും ആംബിയൻസ് സെറ്റ് ചെയ്യണം. കാരണം നമ്മൾ ഇരിക്കുന്നതാവട്ടെ, നടക്കുന്നതാവട്ടെ, ഇനി കിടക്കുന്നതായാലും നിങ്ങളുടെ ബോഡി ലാംഗ്വേജ് ഒരു കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണോ ചെയ്യുന്നത് അതുപോലെ ആയിരിക്കണം, അവരെ പോലെ ആയിരിക്കണം ആക്ട് ചെയ്യേണ്ടത്. നിങ്ങൾ ഈ വലിയ വലിയ മീറ്റിങ്ങുകളും ബിസിനസ്സുകാരുടെ മീറ്റിങ്ങുകളും ഫംഗ്ഷനുകളും ഒക്കെ നോക്കിയാൽ മതി. അവരൊക്കെ ചെയ്യുന്നത് വളരെ ഭയങ്കര കോൺഫിഡൻസ് ഉള്ള ഒരാളെ പോലെ ആയിരിക്കും. കാരണം അത്രയും വലിയ ലെവലിലായിരിക്കും അവരൊക്കെ ചെയ്യുന്നത്. കാരണം അവരൊക്കെ കൂടുതലായിട്ടൊന്നും സംസാരിക്കില്ല, പക്ഷെ അവരുടെ ബോഡി ലാംഗ്വേജ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും അവനൊരു കോൺഫിഡന്റ് പേഴ്സൺ ആണ് എന്ന്. കോൺഫിഡന്റ് ഉണ്ടാക്കാനുള്ള ഏറ്റവും നല്ല മെത്തേഡാണ് ബോഡി ലാംഗ്വേജ് സെറ്റ് ചെയ്യുക എന്നത്. മൂന്നാമതായിട്ട് എനിക്ക് പറയാനുള്ളത്, ഈ പുച്ഛിക്കുന്നവരെ, നമ്മൾ ഈ തളർത്തുന്നവരെ മൈൻഡ് ചെയ്യാതിരിക്കുക. നമുക്ക് ചുറ്റുമുള്ള ഒരുപാട് മനുഷ്യര് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും വളരുമ്പോഴും ഇങ്ങനെ തളർത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ടാവും. അവരെ നമ്മൾ മൈൻഡ് ചെയ്യാതിരിക്കുക. കാരണം നമുക്ക് അവരെ കുറിച്ച് ചിന്തിക്കാനോ അവർക്ക് എന്ത് റിയാക്ട് ചെയ്യണം ചിന്തിച്ച് നടക്കുന്നവരല്ല. നമ്മൾ എപ്പോഴും ഒരു സക്സസും ഒരു ലൈഫ് ലോങ്ങിലേക്ക് ഒരു സക്സസ് സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. അതിന്റെ ഇടയിൽ ഒരുപാട് പേര് കുരക്കുന്നുണ്ടാവും, അതൊന്നും മൈൻഡ് ചെയ്യരുത്. കളിയാക്കുന്നുണ്ടാവും, തളർത്തുന്നുണ്ടാവും, മൈൻഡ് ചെയ്യരുത്. കാരണം നിന്റെ ലൈഫ് സ്റ്റെയറിങ് നിന്റെ കയ്യിൽ ഉണ്ടാവണം. മറ്റൊരുത്തൻ പറയുമ്പോൾ നിർത്തിവെച്ച് പോകാനുള്ളതല്ല നിന്റെ ഡ്രീംസ്, നിന്റെ പ്ലാനുകൾ. അതുകൊണ്ട് തന്നെ നിങ്ങളെ തളർത്തുന്നുണ്ടോ മൈൻഡ് ചെയ്യരുത്. പണ്ടൊരു വ്യക്തി പറഞ്ഞതുപോലെ, നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ ഒരുപാട് പട്ടികൾ കുരക്കുന്നുണ്ടാവും, അതിനെ എല്ലാത്തിനെയും നിങ്ങൾ കല്ലെടുത്ത് എറിയരുത്. ചിലപ്പോ അതിനെയൊക്കെ എറിയാൻ നിന്നാൽ നിങ്ങളുടെ സമയത്ത് തന്നെ നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ കഴിയില്ല. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.